ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് തലസ്ഥാന നഗരസഭയുടെ കഴിവുകേടിന്റെ കാഴ്ച കാണും. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളെയെല്ലാം ഞങ്ങൾ നേരത്തെ സെറ്റ് ചെയ്താലും യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്താതിരിക്കില്ല. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ഒരു മഴ പെയ്തു. ആറ്റുകാൽ ക്ഷേത്രം അറിയാലോ, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ഇടമാണ്. അവിടങ്ങളിൽ ഭക്തിയുടെ അപ്പോസ്തലന്മാർ എന്ന പേരിൽ അധികാരത്തിലേറിയ തിരുവനന്തപുരം നഗരസഭയിലെ പുതിയ ഭരണസമിതിയുടെ കഴിവ് എന്താണെന്ന് ഈ പുറത്തു വരുന്ന ദൃശ്യം മാത്രം നിങ്ങൾ കേട്ടാൽ മതി. അവിടെ പോയൊരു വ്യക്തി ആറ്റുകാലിൽ തൊഴുവാൻ ചെന്നപ്പോഴത്തേക്ക് ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലല്ലേ അതിൽ കുറ്റമുള്ളൂ. നാട്ടുകാർ അവിടെ നിന്ന് ചിത്രീകരിച്ചാൽ അതിൽ പിന്നെ നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്പലത്തിലാണേ ഇവിടെ വന്നപ്പോഴത്തേക്ക് സാധാരണ എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് റോഡ് അറിയാറുണ്ട്. പല റോഡുകളും ആറ്റുകാൽ ഗ്രൗണ്ടിന്റെ അറിയാറുണ്ട്. ഇത്തവണ ആറ്റുകാൽ ഗ്രൗണ്ട് മൊത്തം ചെളി പിടിച്ച് കിടക്കണം. ഇന്ന് വൈകിട്ട് ഇവിടെ മോഹൻലാലാണ് ഇനോഗ്രേഷൻ വരുന്നത്. അത് കഴിഞ്ഞ് നന്ദഗോവിന്ദ ഭജൻസിന്റെ പ്രോഗ്രാം ഉണ്ട്. അത്രയ്ക്കും ക്രൗഡ് വരും. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തന്നെ ക്രൗഡ് എന്തായിരിക്കും അറിയാലോ. അതിന്റെ കൂടെയാണ് മോഹൻലാൽ നന്ദഗോവിന്ദ ഭജൻസിന്റെ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് വരുമ്പോഴത്തേക്കാണ് ഈ അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. ഫുള്ള് ചെളിയാണ്, ചെളിയും കുളവും. കണ്ടല്ലോ, ഒരു ഉത്സവം മര്യാദയ്ക്ക് നടത്താൻ അറിയില്ല. കണ്ടില്ലേ, ആറ്റുകാലിലെ ഉത്സവം തുടങ്ങിയ സന്ദർഭത്തിൽ നഗരസഭ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. ഫുൾ ചെളിക്കെട്ടാണ്. അവിടങ്ങളിൽ ഒന്ന് മണ്ണ് നികത്തി ആ ചെളി ഒഴിവാക്കിയിട്ട് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. ഇന്നലെ മോഹൻലാൽ പോലും വന്ന് ആ ചെളിയിൽ കിടന്ന് നീന്തിയിട്ട് പോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇതാണ് യഥാർത്ഥ കഴിവുകേടിന്റെ യഥാർത്ഥ കാഴ്ച. കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം മേയർ ഈ ചെളിയുടെ അടുത്തൂടെ എങ്ങാനും പോയ ഒരു ഫോട്ടോ എടുത്ത് ഒരിക്കലും കൊടുക്കില്ല. അത് ആര്യ രാജേന്ദ്രൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും CPM നേതാക്കന്മാരുടെയൊക്കെ ആണെങ്കിൽ മനോരമയ്ക്കും മാതൃഭൂമിക്കും ജന്മഭൂമിക്കും ജനത്തിനൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകും. ഇതാവുമ്പോൾ അങ്ങനെയുള്ള യാതൊരു മനോരോഗങ്ങളും ഇവിടെ ഉണ്ടാകാറില്ല. ഇതാവുമ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നേ. മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകും, ചെളി ഉണ്ടാകും, വരുന്ന ഭക്തജനങ്ങൾ അങ്ങ് സഹിച്ചോളണം. ഇത് കഴിഞ്ഞ നഗരസഭയായിരുന്നു ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രന്റെ തോളിൽ കയറിക്കൊണ്ട് ഗുരുതര അനാസ്ഥ എന്ന പേരിലൊക്കെ വലിയ വലിയ വാർത്തകൾ പത്രങ്ങളുടെ ഫുൾ പേജായിട്ടൊക്കെ അടിച്ചിറക്കുന്നത് കാണാം. ഇതിപ്പോ ഞങ്ങൾക്ക് കൂടി താല്പര്യമുള്ളവർ കഴിവുകേടിന്റെ അപ്പോസ്തലന്മാരാണെങ്കിലും ഞങ്ങൾക്ക് കൂടി നഗരസഭാ ഫണ്ടിൽ നിന്ന് കുറച്ചൊക്കെ പോക്കറ്റ് മണി ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഇതൊന്നും വാർത്തയല്ലാതായി മാറുന്നു. പക്ഷേ ജനങ്ങൾ ഇന്നിപ്പോ ബോധവാന്മാരാണ്. ഇന്നലകളിൽ ആറ്റുകാലിൽ പോയിട്ടുള്ളവർ അവിടെ നിന്ന് അവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള ചില അനുഭവങ്ങൾ, അതിനപ്പുറത്തേക്ക് ഈ ദുരനുഭവങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കില്ലേ? അത് മാധ്യമങ്ങൾ മുക്കിയാലും വാർത്തകളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരസഭയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അതോടുകൂടി തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് നാട്ടുകാർക്ക് വിലയിരുത്താൻ പറ്റുന്നുണ്ട്. ഈ പോക്ക് എങ്ങോട്ടാണെന്നും ഇതിൻ്റെ അവസ്ഥ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം പാലക്കാടിനെക്കാളും ഗതികേടാകാൻ പോകുന്ന നഗരസഭാ ഭരണമാണെന്ന് ആറ്റുകാൽ ഉത്സവത്തിന് പോലും മര്യാദയ്ക്ക് അവിടുത്തെ സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത ഈ ദുരവസ്ഥയിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. ഇതിന് പുറമെയാണ് നഗരത്തിലുള്ള കുടിവെള്ള പ്രശ്നവും. ആ പ്രശ്നമൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയല്ലാത്തത് കൊണ്ട് ഇവരുടെ പ്രതിഷേധവും സമരമൊക്കെ അവരോടൊപ്പം നിന്ന് വാർത്തയാക്കി അവർക്ക് പിന്തുണ കൊടുത്ത് അതൊരു സംഭവബഹുലമാക്കാതെ അവർ പൊതിഞ്ഞു പിടിക്കുന്നതും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്.